നമ്മുടെ പാപങ്ങൾ കഴുകി ശുദ്ധിയാക്കി റമദാൻ കഴിയുമ്പോഴേക്കും ഒരു കുഞ്ഞ് ജനിച്ച പോലെ പാപങ്ങളില്ലാത്ത ഒരു കുഞ്ഞിനെ പോലെ ഖൽബ് ശുദ്ധിയുള്ളവരായി മാറാൻ അള്ളാഹുവിന്റെ തൗഫീഖിന് വേണ്ടി ദുആ ചെയ്തേക്കണം മുഅ്മിനീങ്ങളെ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരുപാട് കാലം തെറ്റ് ചെയ്ത ഒരു മനുഷ്യൻ അള്ളാഹുവിനോട് ചോദിച്ചു, യാ റബ്ബ് കം അദ്നബ്തു വലാ അദ്രി ലിദുനൂബി അഥറ. പടച്ചവനെ, ഞാൻ റമദാൻ വരുന്നുണ്ട്, ഞാനൊന്നും മൈൻഡ് ചെയ്യാറില്ല. വിശുദ്ധമായ ദിനരാത്രങ്ങൾ വരാറുണ്ട്, പടച്ചവനെ, ഞാനൊന്നും ചെയ്യാറില്ല. ഞാൻ ഒരുപാട് തെറ്റ് ചെയ്ത മനുഷ്യനാണ്. പക്ഷെ എന്റെ തെറ്റിനൊന്നും ഒരടയാളവും ഞാൻ കാണുന്നില്ലല്ലോ, ഒരു ശിക്ഷയും എനിക്ക് ഇതുവരെ തന്നിട്ടില്ലല്ലോ പടച്ചവനെ എന്നൊരു മനുഷ്യൻ അള്ളാഹുവിനോട് ചോദിച്ചു. ഞാൻ എത്ര വൃത്തികേട് കഴിച്ചിട്ട് എന്താ എനിക്ക് ഡ്രൈവിംഗ് ടെസ്റ്റിൽ ഫസ്റ്റ് ടെസ്റ്റിൽ പാസ്സാവുന്നു, വിസ പെട്ടെന്ന് അടിക്കുന്നു, പെട്ടെന്ന് പ്രൊമോഷൻ കിട്ടുന്നു, ലീവാണെങ്കിൽ അങ്ങനെ പോക്കും വരവും, അങ്ങനെ യാ റബ്ബ് ഒരു കുഴപ്പം കാണുന്നില്ലല്ലോ. യാ റബ്ബ് അതിനെപ്പിച്ചു ഞാൻ എത്ര തെറ്റ് ചെയ്തിട്ടുണ്ട് പടച്ചവനെ. വലാ അറാ ലിദുനൂബി അഥറ. എന്റെ തെറ്റുകൾക്കൊന്നും ഒരു പ്രതിഫലനവും ഞാൻ കാണുന്നില്ലല്ലോ എന്ന് അള്ളാഹുവിനോട് ചോദിച്ചു. ഫഹത്തഫ ബിഹി ഹാതിഫുൻ. അള്ളാഹുവിന്റെ മാലാഖ വിളിച്ചു പറഞ്ഞു കൊടുത്തുന്ന, യാ അബ്ദി, എന്റെ അടിമയെ, അല്ലാഹു പറയാ, അലം അഹ്രിംക ലദീദ മുനാജാതി. നിന്റെ പാപങ്ങൾക്ക് കിട്ടിയ ശിക്ഷ എന്ന് പറയുന്നത് എന്നോട് അഭിമുഖ സംഭാഷണം നടത്തുന്ന അതിന്റെ മാധുര്യം ഞാൻ നിനക്ക് തടഞ്ഞു വെച്ചില്ലയോ? ഇത് തന്നെ പോരെ. എന്റെ മുമ്പിലേക്ക് നീ വന്ന് എന്റെ മുമ്പിൽ സുജൂദിൽ കടന്ന് ഒന്ന് കണ്ണുനീര് വാർത്ത് എന്റെ മുമ്പിൽ ഒന്ന് തേങ്ങിക്കരഞ്ഞ് എന്റെ മുമ്പിൽ നിന്റെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്ന സമയത്ത് ഞാനും നീയും പരസ്പരം സംസാരിക്കുന്ന ആ ഒരു ആനന്ദം, അത് നിനക്ക് ഞാൻ ഇല്ലാതെയാക്കിയില്ലയോ? അതുപോലെ നിന്റെ പാപങ്ങൾക്ക് ശിക്ഷയായി എന്ന് അള്ളാഹു മറുപടി കൊടുക്കുകയാണ്. ചെയ്തു പോയ പാപങ്ങൾക്ക് ശിക്ഷ അള്ളാഹുവിന്റെ ഇബാദത്തിന് സാധിക്കാതിരിക്കലാണ്. മഹാനായ അല്ലാമ ഇബ്നു ഖയ്യിം അൽ ജൗസിയ്യ തങ്ങൾ പറയുമായിരുന്നു, ഒരു തെറ്റ് ചെയ്താൽ ആ തെറ്റിന്റെ ശിക്ഷ എന്ന് പറഞ്ഞത് ആ തെറ്റിന്റെ ശേഷം വേറൊരു തെറ്റ് ചെയ്യാൻ അള്ളാഹു അവസരം ഉണ്ടാക്കുന്ന ഒരു തെറ്റിന്റെ ശിക്ഷ എന്ന് പറഞ്ഞ അങ്ങനെയാ. ഒരു തെറ്റ് ചെയ്താൽ വേറെ തെറ്റില്ല. ഒരു നന്മ നിങ്ങൾ ചെയ്താൽ അതിന്റെ കൂലി എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞ വേറൊരു നന്മ ചെയ്യാൻ അള്ളാഹു അവസരം തരും. ഒന്ന് കഴിഞ്ഞാൽ മറ്റൊരു നന്മ, ഒരു നന്മയ്ക്ക് പിറകെ മറ്റൊരു നന്മ. ഒരു നന്മയുടെ പ്രതിഫലം മറ്റൊരു നന്മയാണ്, ഒരു തിന്മയുടെ പ്രതിഫലം മറ്റൊരു തിന്മയാണ്. അപ്പോ ഒരു അദാബും ഒരു ശിക്ഷയും വന്നില്ലെങ്കിൽ തന്നെയും അള്ളാഹുവിന്റെ മുമ്പിൽ തലചായ്ക്കാനും മനസ്സ് കൊടുക്കാനും നമുക്ക് സാധിച്ചില്ലെങ്കിൽ അത് വലിയ അദാബാണെന്നാണ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ബിൻ മുബാറക് റളിയല്ലാഹു തആല അൻഹു പറയുമായിരുന്നുവല്ലോ, ദഹബൽ മുലൂക്, രാജാക്കന്മാരൊക്കെ കടന്നുപോയി ഇവിടുന്ന്, വലം യതലദ്ദദു ബിഅലദ്ദ മാ ഫീഹാ. ഈ ലോകത്ത് ഏറ്റവും രുചിയുള്ളത്, ഈ ലോകത്ത് ഏറ്റവും മധുരമുള്ളത് അവരാരും രുചിച്ചിട്ടില്ല. രാജാക്കന്മാരൊക്കെ മരിച്ചുപോയി, ഇവരെത്രയോ ഭക്ഷണം കഴിച്ചവരാണ്. പക്ഷേ ഏറ്റവും രുചിയുള്ള ഒരു സംഗതി നമുക്ക് കിട്ടിയത് അവർക്കാർക്കും കിട്ടിയിട്ടില്ലല്ലോ എന്ന് മഹാനായ അബ്ദുല്ലാഹി ബിൻ മുബാറക് റളിയല്ലാഹു തആല അൻഹു ആളുകൾ ചോദിച്ചു, എന്താണ് ഇവിടെ ഏറ്റവും രുചിയുള്ളത്? എന്തിനെ സംബന്ധിച്ചാണ് നിങ്ങൾ ഈ പറയുന്നത്? അദ്ദേഹം പറഞ്ഞു, ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, മഅരിഫത്തുല്ലാഹ്, അല്ലാഹുവിനെ അറിയാൻ പറ്റുന്നത്, അല്ലാഹുവിനെ അറിയാൻ പറ്റുക എന്ന ആ ഒരു രസം. അല്ലാഹുവിന്റെ മുമ്പിലേക്ക് ഞാൻ ഓടിച്ചെന്നിരിക്കുകയാണ്, ഞാൻ അല്ലാഹുവിന്റെ മുമ്പിലാണ് കിടക്കുന്നത്, എന്റെ റബ്ബ് എന്നെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ എന്റെ റബ്ബിന്റെ സംരക്ഷണത്തിലാണ്. ആ ഒരു ബോധം, എന്റെ റബ്ബിനെ ഞാൻ അറിഞ്ഞതിലുള്ളൊരു സന്തോഷം, എന്റെ റബ്ബിന്റെ മുമ്പിൽ തലചായ്ക്കുമ്പോൾ കിട്ടുന്നൊരു ആനന്ദം, ഇതൊന്നും രാജാക്കന്മാർക്ക് കിട്ടിയിട്ടില്ലല്ലോ. മുസ്ലിമീങ്ങളായ ആളുകളെ സംബന്ധിച്ച് പറഞ്ഞതാണ്. അവര് തന്നെ പറഞ്ഞു, ലൗ അലിമ അബ്നാഉൽ മുലൂകി മാ നഹ്നു ഫീഹി ലഹറബൂന അലൈഹി ബിസ്സുയൂഫ്. രാജാക്കന്മാരുടെ മക്കള്, പ്രിൻസുമാർ, രാജകുമാരന്മാർ നമ്മൾ അനുഭവിക്കുന്ന രസങ്ങളൊക്കെ അറിഞ്ഞിരുന്നുവെങ്കിൽ വാളെടുത്തവർ നമ്മളോട് യുദ്ധം ചെയ്തേനെ. പറഞ്ഞ ഇബാദത്തിൽ ഒരു മനുഷ്യന് കിട്ടുന്ന ആനന്ദം ഭയങ്കരമാണ്. ആനന്ദം ഉള്ള ഇബാദത്തും നിസ്കാരവും നോമ്പൊക്കെ അല്ലാഹു നമുക്ക് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നിസ്കാരത്തിനൊരു ആനന്ദവും നോമ്പിനൊരു ആനന്ദവും ലഭിക്കുന്നത് അത് അല്ലാഹു തരുന്ന വലിയൊരു തൗഫീഖാണ്. തെറ്റ് ചെയ്യുന്ന ആളുകൾക്ക് അതിനുള്ള അവസരം അല്ലാഹു നിഷേധിക്കുകയാണ്. അവർ നിസ്കരിക്കുന്നുണ്ടാകാം, എങ്ങനെയെങ്കിലൊക്കെ കുത്തി മറിഞ്ഞു പോവാൻ, ജുമുഅ അങ്ങേ ആ ലാസ്റ്റ് ബാങ്ക് കൊടുക്കുന്ന നേരത്തെ ഓടിപ്പോവാൻ, അല്ലെങ്കിൽ നോമ്പ് ആർക്കൊക്കെയോ വേണ്ടി അങ്ങനെ കഴിഞ്ഞ് കുറെ സിനിമയും സീരിയലും കണ്ടാൽ പകൽ സമയം ഒഴിവാക്കാൻ, അല്ലെങ്കിൽ ഉറങ്ങി തീർക്കാൻ, ഒന്ന് പട്ടിണി കിടക്കണ്ടേ പകൽ, അത്രയേ ചെയ്യുന്നു. അതിലൊരു ആനന്ദം കിട്ടുന്നില്ല. അത് ചെയ്ത തെറ്റിന്റെ ശിക്ഷയാണ്. ബഹുമാനപ്പെട്ട അല്ലാമ ഹസൻ അൽ ബസ്രി തങ്ങളോട് ഒരാൾ വന്നിട്ട് പറഞ്ഞു, യാ അബൽ ഹസൻ, ബഹുമാനപ്പെട്ട ഹസൻ അൽ ബസ്രി തങ്ങളെ,
ഹസ്സൻ ബസ്രി തങ്ങളെ, എന്താണ് ഞാൻ രാത്രി തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി എല്ലാം റെഡിയാക്കി വെക്കുന്നുണ്ട്, വെള്ളം റെഡിയാക്കി വെക്കുന്നുണ്ട്. അന്ന് വെള്ളം റെഡിയാക്കി, കാരണം വീടിന്റെ ഉള്ളിൽ പൈപ്പുകളില്ലല്ലോ, ടാപ്പുകളില്ല, പുറത്തുപോയി വെള്ളം കൊണ്ടുവരണം. രാത്രി വെള്ളം അന്വേഷിച്ച് പോകുന്നതിനേക്കാളൊക്കെ നല്ലത് പെട്ടെന്ന് വെള്ളം റെഡിയാക്കി നിർത്തലാണ്. അപ്പൊ വെള്ളമൊക്കെ കൊണ്ടുപോയി വെക്കും റൂമിൽ. എന്തിന്? സുബഹിന്റെ മുമ്പ് എഴുന്നേറ്റ് 2 റക്അത്ത് നിസ്കരിക്കാൻ. അവര് പറഞ്ഞു, ഞാൻ എത്രയായിട്ട് എഴുന്നേൽക്കണില്ല, എനിക്കതിന് സാധിക്കണില്ല. സുബഹിക്ക് എഴുന്നേൽക്കുന്നുണ്ട്, പക്ഷേ സുബഹിന്റെ 2 മിനിറ്റ് മുമ്പ്, ഒരു 10 മിനിറ്റ് മുമ്പ്, ഒരു അരമണിക്കൂർ മുമ്പ് എഴുന്നേറ്റ് അള്ളാഹുവിന് വേണ്ടി ഖിയാമുൽ ലൈൽ നിസ്കരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് സാധിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ മഹാനായ ഹസ്സൻ ബസ്രി തങ്ങൾ കൊടുത്തൊരു മറുപടിയുണ്ട്. എന്തേ സാധിക്കാത്തത്? നമ്മളല്ല അലാറം വെച്ചിട്ട് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല. അന്ന് അലാറില്ലല്ലോ. നമ്മുടെ മൈൻഡിന് നമ്മുടെ ബോഡി ക്ലോക്ക് ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. നമുക്ക് ശരീരത്തിനൊരു ക്ലോക്ക് ഉണ്ട്. അത് നമ്മുടെ ബ്രെയിനിൽ അങ്ങ് ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓൺ ടൈം നമുക്ക് എഴുന്നേൽക്കാൻ പറ്റുന്നതാണ്. ഒരു ഉദാഹരണം പറയാം. നിങ്ങൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് എത്തിപ്പെട്ടു, നിങ്ങളുടെ എയർപോർട്ടിൽ വെയിറ്റ് ചെയ്യാൻ ട്രാൻസിറ്റ് ട്രാവലാന്ന് വിചാരിക്കുക. 8 മണിക്കൂർ സമയമുണ്ട്, നിങ്ങൾ വളരെ ടയേർഡാണ്, ഒരല്പസമയം വിശ്രമിക്കണം തോന്നാണ്. അതിന്റെ ഇടയ്ക്ക് അല്ലെങ്കിൽ 4 മണിക്കൂറുണ്ട്, 3 മണിക്കൂറുണ്ട്, ഒന്ന് കിടക്കണം. പക്ഷേ നിങ്ങളുടെ കയ്യിൽ അലാം ചെയ്യാൻ നിങ്ങളുടെ കയ്യിൽ ഫോണില്ല, ഒന്നുമില്ല, ആരും വിളിച്ചുണർത്തുന്ന പ്രതീക്ഷയുമില്ല. 1 മണിക്കൂർ കഴിഞ്ഞാൽ എനിക്ക് ഉണരണം. നിങ്ങളെ മൈൻഡ് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് നിങ്ങൾ എഴുന്നേൽക്കും. തഹജ്ജുദിനെ എഴുന്നേൽക്കുന്നവർ അങ്ങനെയാണ്. അള്ളാഹു എനിക്ക് 3 മണിക്ക് എഴുന്നേൽക്കണം, കറക്റ്റ് 3 മണിക്ക് ആരോ നിങ്ങൾ തട്ടി വിളിക്കുന്ന പോലെ തോന്നും. പെട്ടെന്ന് കറക്റ്റ് എഴുന്നേറ്റിരിക്കും. 4 മണിക്ക് എഴുന്നേൽക്കണം, 4 മണിക്ക് നിങ്ങൾ എഴുന്നേൽക്കും. ഇത് നമ്മുടെ ബോഡി ക്ലോക്കാണ്. ഈ ട്രെയിനിലൊക്കെ ഉറങ്ങുന്ന ഉദ്യോഗസ്ഥന്മാരെ കാണാൻ പറ്റും. ട്രെയിനിൽ കയറിയാൽ അവർ ജോലി സ്ഥലത്തേക്ക് എത്തുന്നവരെ വളരെ മനോഹരമായി ഉറങ്ങുന്ന കറക്റ്റ് ടൈം ആ സ്റ്റേഷൻ എത്തുമ്പോഴേക്കും അവരറിയും. അതുവരെ നല്ല കൂട്ടം വെച്ച് ഉറങ്ങും ചെയ്യും. ഒരു ബോഡി ക്ലോക്കാണെന്നാ പറയാം. ശരീരത്തിനൊരു ക്ലോക്ക് ഉണ്ട്. അതങ്ങ് സെറ്റ് ചെയ്ത് വെച്ചാൽ ഉണരാൻ പറ്റുന്നതാണ്. നമുക്ക് അതിലും അപ്പുറം നമ്മളെ ഉണർത്താൻ വേണ്ടി നല്ല ഹൈ വോള്യൂം സൗണ്ടുകളുള്ള അലാം നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും, മൊബൈൽ ഫോണിലും അല്ലാത്തതിലൊക്കെ. അങ്ങനെയൊക്കെ വെച്ചിട്ടും എഴുന്നേൽക്കാൻ പറ്റുന്നില്ലല്ലോ. എന്താണ് ഇതിന്റെ കാരണം എന്ന് ചോദിക്കുന്നത് പോലെ ഹസ്സൻ ബസ്രിയോട് ചോദിച്ചത് അങ്ങനെയല്ല. ഞാൻ എഴുന്നേൽക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചിട്ടുണ്ട്, വെള്ളം റെഡിയാണ്, ഉദ്ദേശമുണ്ട്, തഹജ്ജുദ് നിസ്കരിക്കണമെന്ന്, പക്ഷെ സാധിക്കുന്നില്ല. ബഹുമാനപ്പെട്ടവർ പറഞ്ഞ മറുപടി, നിങ്ങളുടെ തെറ്റുകൾ നിങ്ങളെ വരിഞ്ഞു മുറുക്കിയിരിക്കുകയാണ്. നിങ്ങളുടെ തെറ്റുകൾ നിങ്ങളെ വരിഞ്ഞു മുറുക്കിയിരിക്കുകയാണ്. തെറ്റുകൾ ചെയ്യുന്നത് കൊണ്ടാണ് ആ തൗഫീഖ് ഇല്ലാതിരിക്കുന്നത്. തിന്മകൾ കാരണമാണ് തൗഫീഖ് ഇല്ലാതിരിക്കുന്നത്. തൗഫീഖ് ഇല്ലാതെ പോകുന്ന തിന്മകൾ കാരണമാണ്. തെറ്റ് ചെയ്യുന്നതിന്റെ ശിക്ഷ, ഒരു ത്വാഅത്തിന്റെ അവസരം അള്ളാഹു നഷ്ടപ്പെടുത്തുന്നു എന്നാണ്. ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഒരു നന്മ ചെയ്യാനുള്ള അവസരം അള്ളാഹു നഷ്ടപ്പെടുത്തി കളഞ്ഞു. അതൊരു വലിയ ശിക്ഷയാണ്. ആ ശിക്ഷ തന്നെ പോരെയോ എന്നാണ് അള്ളാഹുവിന്റെ മറുപടി. യാ അബ്ദി അലം അഹ്രിംക ലദീദ മുനാജാതി, എന്റെ അടിമയെ എന്നോട് സംസാരിക്കാനുള്ള ആ ഒരു ആനന്ദം ഞാൻ നിനക്ക് നഷ്ടപ്പെടുത്തിയില്ലയോ? അതുപോലെ നിന്റെ തെറ്റുകൾക്ക് ശിക്ഷയായിട്ട് അത് തന്നെയാണ് ഏറ്റവും വലിയ ശിക്ഷ. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് അള്ളാഹുവോട് പരിശുദ്ധ മാസം വരുമ്പോ ദുആ ചെയ്ത് വാങ്ങിക്കണം. അള്ളാഹുവിനോട് ശുദ്ധിയാക്കി തരാൻ വേണ്ടി പറയണം. പാപമോചനം ചോദിക്കണം അള്ളാഹുവിനോട്. സ്വർഗപ്രവേശം ചോദിക്കുക, നരകത്തുനിന്ന് മോചനം അല്ലാഹുവിനോട് ചോദിക്കുക. നബി തങ്ങൾ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്ന ലില്ലാഹി അസ്സ വജല്ല ഉതഖാഅ ഫീ കുല്ലി യൗമിൻ വലൈല. റമളാനിന്റെ എല്ലാ രാവിലും പകലിലും അല്ലാഹു തആല ചില ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നുണ്ട്. ലികുല്ലി അബ്ദിൻ മിൻഹും ദഅവത്തുൻ മുസ്തജാബ. എല്ലാ ഓരോരുത്തർക്കും ചോദിച്ചാൽ ഉത്തരം കിട്ടുന്ന ഒരു പ്രാർത്ഥനയും റമളാനിലുണ്ട്. ലികുല്ലി അബ്ദിൻ മിൻഹും ദഅവത്തുൻ മുസ്തജാബ. ഒരു ചോദ്യത്തിന് ഉത്തരം ഉറപ്പാണെന്ന് റമളാനിൽ. ഒരു ചോദ്യത്തിന് ഉത്തരം ഉറപ്പാണ്. അങ്ങനത്തെ ഒരു ഉത്തരം കിട്ടുന്ന ഒരു പ്രാർത്ഥനയും എല്ലാ ആളുകൾക്കും അല്ലാഹു കൊടുക്കുന്നുണ്ട് റമളാനിൽ. പിന്നെ റമളാനിന്റെ എല്ലാ രാവിലും പകലിലുമായി ഓരോരുത്തരെയും അല്ലാഹു നരകത്തിൽ നിന്ന് മോചനം ചെയ്യുന്നുണ്ടെന്നും പരിശുദ്ധ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.